ലാലേട്ടൻ എന്തായാലും ചോദിക്കുന്ന നൂറ പറയുന്നുണ്ട്. അപ്പൊ അനു പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, അത് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, പുറത്ത് ആൾക്കാർ നോക്കിക്കോളും. പിന്നല്ലാണ്ട് നമ്മളിവിടെ നെഗറ്റീവ് അടിച്ചാലും പുറത്ത് ആൾക്കാരുണ്ടെന്നേ, പിന്നല്ലാണ്ട്. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മളൊക്കെ റിവ്യൂവർ ആണ്. അതായത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ നമ്മളൊക്കെ റിവ്യൂ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഞാനാകട്ടെ, സമ്മർ മീഡിയ, മൂപ്പൻ, എനിക്ക് തോന്നുന്നു തുടക്കകാലങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് റിവ്യൂ തുടങ്ങി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സംഭവം ശരിയാണെങ്കിൽ സീസൺ 1 മുതൽ റിവ്യൂ ചെയ്ത് തുടങ്ങിയത് സമ്മർ മീഡിയയാണ്. അപ്പൊ സീസൺ 1 മുതൽ അവന്റെ റിവ്യൂ ഉണ്ട്, നിങ്ങൾ ആരും കണ്ടിട്ടില്ല. സീസൺ 2 മുതലാണ് ഞാൻ ഉൾപ്പെടുന്ന ഈ പറയുന്ന മൂപ്പൻ, രേവതി, ഇവരൊക്കെ സീസൺ 2 തൊട്ടാണ് റിവ്യൂ ചെയ്ത് തുടങ്ങിയത്. മനസ്സിലായോ? അപ്പൊ അപ്പോഴൊന്നും വേറെ റിവ്യൂവേഴ്സ് ആരും ഇല്ല. നമ്മൾ കയ്യിൽ എണ്ണാവുന്ന 3-4 റിവ്യൂവേഴ്സേ ഉള്ളൂ. അതിനുശേഷം ഒരുപാട് റിവ്യൂവേഴ്സ് വന്നു. ഇപ്പൊ തന്നെ കാല് വെച്ച് നടക്കാൻ പറ്റാത്ത രീതിയിൽ, എണ്ണാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കുള്ള റിവ്യൂവേഴ്സ് ഉണ്ട്. അതിപ്പോ ഈ പറയുന്ന ആക്ടേഴ്സ് വരെ, അതിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് വരെ ഒരു വരുമാന മാർഗമാണ്. അതൊക്കെ ചെയ്ത പ്രശ്നമില്ല. അപ്പോ എന്റെ ഒരു ഇത് പറയുകയാണ്, അതായത് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ തുടക്കകാലങ്ങളിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട്, എല്ലാവരുടെയും തെറ്റും പിന്നീട് ശരിയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് എല്ലാവരെയും, ചിലപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഈ സീസണിൽ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അപ്പാനിയാണ്. അതായത് അപ്പാനിയാണ് ഒരു വിന്നിംഗ് മെറ്റീരിയൽ ഞാൻ കണ്ടത്, അപ്പാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അപ്പാനിയുടെ ഒരു ടാസ്കിലുള്ള പെർഫോമൻസ് കണ്ട് പറഞ്ഞൊരു വ്യക്തിയാണ്. അതിനുശേഷം എന്ത് ചെയ്തു, അന്ന് എന്നെ അപ്പാനിയുടെ PR ആക്കിയ ഒരുപാട് പേരുണ്ട്. അതിനുശേഷം അപ്പാനിയുടെ ഗെയിം പിന്നെ മോശമായിട്ട് വന്നു. ഞാൻ അപ്പാനി നല്ല രീതിയിൽ വിമർശിച്ചിട്ടുമുണ്ട്. അതിനെതിരായിട്ട് ഈ അപ്പാനിയുടെ സഹോദരൻ വരെ എന്നെ വിളിച്ചിട്ടുമുണ്ട്. അതൊക്കെ വേറൊരു കേസ്. പുള്ളിക്ക് ഞാൻ തെറ്റിദ്ധാരണയൊക്കെ തിരുത്തി കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോ നമുക്ക് ഇപ്പം എന്റെ ഒരു വിഷയം പറഞ്ഞാൽ, ഞാനൊരു 50 നിങ്ങളെ പോലെ ഒരു പ്രേക്ഷകൻ തന്നെയാണ്. എന്റെ വ്യൂ പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്റെ വ്യൂ പോയിന്റ് ചിലപ്പോ എനിക്ക് ഈ പറയുന്ന അനീഷ് കാണിക്കുന്നത് പലതും ഉടായ്പായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അവനെ വിമർശിക്കുന്നു. ഈ പറയുന്ന അനുമോള് കാണിക്കുന്ന പലതും എനിക്ക് ശരിയായിട്ട് തോന്നുകയാണ്. അവൾ അന്നൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞപ്പോ അത് അവൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസത്തിനെ ശരിയെന്ന രീതിയിൽ അതിനുള്ള തെളിവുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കിന്നലെ ഒരു 99 പോട്ടെ 100% ആൾക്കാരും ഇപ്പോഴും ഇത് അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ വാദത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ മാറ്റി പറഞ്ഞില്ല, ഇനി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്റെ ക്രെഡിബിലിറ്റി പോകും എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴും അതിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നവരുണ്ട്, കപട പുരോഗമനവാദികളുണ്ട്. അപ്പോൾ ഞാൻ അന്നൊരു പെൺകൊച്ച് കണ്ട കാര്യം എടുത്തു പറഞ്ഞു. സത്യം, ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി, ലാലേട്ടൻ ഉൾപ്പെടെ, അതിനെ എന്തുമാത്രം പിന്നെ പറയാൻ പറ്റുന്ന ഈ ഒരു നാണമില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ, അതിനെ എല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് കൂടെ നിൽക്കണമെന്ന് തോന്നി. ഞാൻ കൂടെ നിൽക്കുന്നു, ഇത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ PR എന്ന് വിളിക്കുകയോ എന്ത് തേങ്ങ വിളിച്ചാലും എനിക്ക് ഒരു തേങ്ങയും ഇല്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോ നമുക്ക് ഒരാളടുത്ത് ഇഷ്ടം തോന്നും, ചിലയിടത്ത് വെറുപ്പ് തോന്നും. ചിലപ്പോ ഈ പറയുന്ന ഇതില് ഒരു പരിധി വരെ ഈ പറയുന്ന സോ കോൾഡ് ഈ അന്തം ഫാൻസിലുണ്ട്. ഒരാളെ പറ്റി വളരെ ജെന്യൂനായിട്ട് ആരോഗ്യപരമായിട്ട് ഒരാൾ വിമർശനം നൽകുമ്പോൾ അവിടെ വന്ന് എന്നും പറഞ്ഞുകൊണ്ട് വന്ന് ആ റിവ്യൂവറെ തന്തയ്ക്കും തള്ളയ്ക്കും മക്കൾക്കൊക്കെ വിളിക്കുന്ന കുറെ തെണ്ടികളുണ്ട്. ഇത് ചില റിവ്യൂവേഴ്സിന്, ചിലവർക്ക് ഇത് അവർ ഉള്ളിലോട്ടെടുക്കും. കാരണം എല്ലാവരും മനുഷ്യരാണ്. ഉള്ളിലോട്ടെടുക്കുമ്പോൾ അവർക്ക് ഈ ഒരു കണ്ടസ്റ്റൻസിനോട് ദേഷ്യം തോന്നും, വെറുപ്പ് തോന്നും. അതൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പ്രധാനത്തിൽ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച രേവതിയെ കുറിച്ചാണ്. രേവതിയും ഞാനും ഒക്കെ ഈ പറയുന്ന ഒരേ മേഖലയിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂ ഒരേ സമയം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തായിട്ട് എനിക്കറിയാം. എന്റെ ഓർമ്മ ശരിയാണ്, സീസൺ 2 രേവതി ചെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് ചിലവരെ ഇഷ്ടം കാണില്ല, ചിലവർക്ക് ഇഷ്ടം തോന്നും. ഇപ്പൊ എല്ലാവരും പറയുന്നത് രേവതി PR വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പലതും പറയും. പക്ഷെ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ബുദ്ധിയുള്ള ചെറിയ മൂളയുള്ള ഒരു 5 പൈസയിലെങ്കിലും ബുദ്ധിയുള്ള ഒരു ബിഗ് ബോസ് ഈ പറയുന്ന യൂട്യൂബേഴ്സും PR വാങ്ങത്തില്ല. വാങ്ങിച്ച അവന്റെ അധോഗതിയാണ്. അതായത് ചെറിയ മൂളയുള്ളവൻ വാങ്ങത്തില്ല എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന രേവതിയുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമോശം രേവതി കാണിച്ചോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകുന്നു. അതിന് കാരണമുണ്ട്. ഈ പറയാൻ കാരണം, ഞാൻ വിമർശിക്കുമ്പോഴൊക്കെ നമ്മളൊരു ആരോഗ്യപരമായിട്ടാണ് വിമർശിച്ചത്. ഈ ഒരു കേസ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചു പോയി, ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോയി. ചിലപ്പോൾ രേവതിക്ക് പറ്റിയ ഒരു തെറ്റായിരിക്കാം, രേവതി ക്ലാരിറ്റിയിൽ, അതുകൊണ്ടായിരിക്കാം അപ്പോഴങ്ങനെ പറഞ്ഞത്. അപ്പോ ഒരു അപ്പോളജി അല്ലെങ്കിൽ ഒരു മാപ്പ് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഇന്നലെ വെയിറ്റ് ചെയ്തു. ഞാൻ ഇന്നലെ രാത്രി ഈ പറയുന്ന രേവതിയുടെ വീഡിയോ ഞാൻ പറയും എങ്ങനെ കാണും. ഞാൻ രേവതിയുടെ ഇൻട്രോ മാത്രമേ ഞാൻ കാണാറുള്ളൂ. കാരണം ഇൻട്രോ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അതായത് ഒരു ഫസ്റ്റ് തുടങ്ങുന്ന ആ കഥ മൊത്തമായിട്ട് പറയുന്ന ഒരു ഇൻട്രോ ഉണ്ട്. ബാക്കി കഥ ഞാൻ പിന്നെ ലൈവ് കാണുന്നുണ്ട്, ഞാനത് കാണാൻ നിൽക്കത്തില്ല. ആ ഒരു ഇൻട്രോ ആണ് എപ്പോഴും ഞാൻ കാണാറുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നലെ
ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇതിനൊരു അപ്പോളജി ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞത് തെറ്റായി പോയി, അതെന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് രേവതി അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ 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 ആ ഒരു അപ്പോളജി രേവതി പറയാത്തെടുത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് തുറന്നു കാണിക്കണം. അതായത് അവിടെ പോയിരിക്കുന്നത് എല്ലാവരും, എല്ലാ കണ്ടസ്റ്റന്റും ജയിക്കാൻ വേണ്ടി തന്നെ അവർക്ക് പറ്റിയെന്ന രീതിയിൽ പിന്നെ കളിക്കുന്നു. അവരുടെ നിഗമനം അല്ലെങ്കിൽ അവരുടെ പിന്നീട് എന്താണ് അവർ ചെയ്യുന്ന രീതികൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കൊന്ന് പറയാം, ഇത് തെറ്റാണ് അവൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ എടുത്ത നിലപാട് എനിക്ക് ചിലപ്പം തെറ്റായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പം ശരിയായിരിക്കും, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു. പക്ഷേ കള്ളം പറയരുത്. ഒരു വചനം നട്ടാക്കുരുക്കാത്ത കള്ളം പറയരുത്. പച്ചക്കള്ളം പറഞ്ഞു പരത്തരുത് രേവതി, പച്ചക്കള്ളം പറഞ്ഞു പരത്തരുത്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. മനസ്സിലായോ? താങ്കൾ റിവ്യൂ ഇട്ടോ, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യാം, നോ ഇഷ്യൂ. താങ്കൾക്ക് ഇഷ്ടമില്ലാത്തവരെ താങ്കൾക്ക് എന്ത് ചെയ്യാം, വിമർശിക്കാം, നോ ഇഷ്യൂ. പക്ഷേ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇന്നതാണ് നടന്നതെന്ന് ഇത് രേവതി തുടക്കം തൊട്ട് പറയുന്നുണ്ട്. ആ ബൊമ്മയുടെ കേസിൽ, ആ പാവയുടെ കേസിൽ രേവതി ഇതുപോലത്തെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊരു ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ട്. അതായത് എന്തിനാണ് ബൊമ്മ കൊടുത്തു വിട്ടേന്ന് അവൾക്ക് മാത്രം, അങ്ങനെ എന്തോ ഒരു കേസ്, എനിക്കത് വീഡിയോ ഓർമ്മയില്ല. ഏതോ ഒരു പച്ചക്കള്ളം, എന്തോ അനിമോൾ എന്തോ പച്ച തെറി വിളിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സൂചിപ്പിച്ചു, അനിമോൾ എന്തോ ആരെ തെറി വിളിച്ചു. അവിടെ തെറിയെന്നല്ല വിളിച്ചത്, അതിനെ തെറിയെന്ന് നിങ്ങൾ വളച്ചൊടിച്ചു. പോട്ടെ, ഇന്നലെ നടന്ന സംഭവം എന്താ സംഭവിച്ചത്? ആദിലയും നൂറയുമായിട്ട് ആ ടാസ്കിനിടയിൽ ആദില എന്ത് ചെയ്തു, നൂറയ്ക്ക് തന്റെ ബോളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അവിടെ എന്ത് ചെയ്തു, അനിമോള് എന്ത് ചെയ്യുന്നു, പറയുന്നു, അനിമോള് കണ്ടുപിടിക്കുന്നത് അങ്ങനെ ചെയ്യരുത്, ലാലേട്ടൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ക്ലിപ്പിംഗ് ഞാൻ വെച്ചു തരാം. ഇതായിരുന്നു സംഭവം. പക്ഷെ രേവതി പറഞ്ഞത് നേരെ ഉൾട്ട, നേരെ ഓപ്പോസിറ്റ്. അതാണ് രേവതി പറഞ്ഞത്. അതായത് പച്ചക്കള്ളം, കല്ല് വെച്ച ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്നു പറഞ്ഞാൽ ഞാൻ പറയുള്ളൂ. ഞാൻ ഇപ്പൊ ഉളുപ്പില്ലാതെ എന്ന് പറയാൻ കാരണം താങ്കൾ അതിന് അപ്പോളജി ചെയ്തില്ല. താങ്കൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചു. താങ്കൾ പറഞ്ഞു എന്താണ്, അത് പിന്നീട് അനിമോൾ പറഞ്ഞു അത് ശരിയല്ല എന്നാണ്, അത്രയേ ഉള്ളൂ. അത് ഞാൻ മുമ്പ് പറഞ്ഞത് താങ്കളുടെ വീഡിയോയുടെ കിടപ്പുണ്ട്. ഈ പറയുന്ന ലൈവ് കാണാത്ത ഒരുപാട് പേര് അത് പോയി കാണുന്നുണ്ട്. ഇനി താങ്കൾ എന്താണ് പറഞ്ഞത് എന്ന് പ്രേക്ഷകർ അറിയണമല്ലോ. പ്രേക്ഷകർ അറിയണം. ഒരു പെൺകൊച്ചിനെ അകത്തിട്ട് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പുറത്ത് നിങ്ങൾ PR വാങ്ങിച്ച എന്ത് തേങ്ങ വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ പറയുമ്പോ മനസ്സിലായി, ഒരു മനസാക്ഷി കുത്തെന്ന് പറഞ്ഞൊരു സാധനം വേണം. പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. താങ്കൾ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്ന് പറയണം. വ്യക്തതയില്ലാതെ ഒരാളെ കുറിച്ച് ഡീഗ്രേഡ് ചെയ്യും. ഇതുപോലുള്ള കള്ളങ്ങൾ വിളിച്ചു പറയുമ്പോൾ രേവതി മനസ്സിലാക്കണം. ഞാൻ ആദ്യം രേവതി പറഞ്ഞത്, ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം സ്ട്രൈക്കിന്റെ ആളാണ്, വീഡിയോ കൊടുക്കുന്നില്ല. ഞാൻ അത് കേൾപ്പിക്കാം നിങ്ങൾക്ക്. ആദിലേക്ക് നമ്മൾ അനു വാരി കൊടുക്കുകയാണ്. ആ സമയത്താണ് ഇവര് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇവര് ആദില എന്തോ ആണെന്ന് തോന്നുന്നു, അത് നൂറയോ കിട്ടിയ ബോൾ ആദിലേക്ക് കൊണ്ട് കൊടുത്തുന്നോ അങ്ങനെ എന്തോ ഒരു കള്ളക്കളി അവർ കളിച്ചിട്ടുണ്ട്. അത് അനു കണ്ടുപിടിച്ച്. അപ്പൊ അനു പറഞ്ഞ് നമുക്ക് കുഴപ്പമില്ല, ഇത് എടുത്തു വെച്ചാലും പ്രശ്നമൊന്നുമില്ല. കാര്യം എന്തായാലും ഇവര് ചിലപ്പം ഇപ്പൊ മോശമായിട്ട് കളിക്കുന്നത് നിവിനാണ്. കണ്ടോ, അനു പറഞ്ഞ് ഇത് കുഴപ്പമില്ല, നമ്മൾ എടുത്തു കൊടുത്താലും പ്രശ്നമില്ല എന്ന് അനു പറഞ്ഞെന്നാണ് ഇവിടെ പറയുന്നത്, രേവതി പറയുന്നത്. മനസ്സിലായോ? ഇത് എടുത്തു വെച്ചാലും പ്രശ്നമില്ല എന്ന് അനു പറഞ്ഞെന്നാണ് രേവതി ഇപ്പൊ പറഞ്ഞത്. വ്യക്തതയാണല്ലോ. അടുത്ത ടാസ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇവര് ടാസ്കിൽ മോശം എന്ന് പറഞ്ഞ് ഇതാക്കിയാലോ. ഇപ്പം നൂറ ഒന്നും കളിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ രേവതി പറയരുത്. ക്ലാരിറ്റി ആദ്യം ലൈവ് കാണ്. മനസ്സിലായോ? ലൈവ് കണ്ടിട്ട് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ ഒരു കുറ്റം, ഒരു ആരോപണം ഒരു കണ്ടസ്റ്റന്റ് നേരിൽ അങ്ങ് എടുത്ത് ചാർത്തരുത്. താങ്കൾ കുറച്ച് വ്യൂവേഴ്സ് ഉള്ള അല്ലെങ്കിൽ സോ കോൾഡ് നമ്പർ 1 റിവ്യൂവർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും കരുതുന്ന ഒരാളെന്ന് കരുതിക്കും. അവിടെ വന്നിരുന്ന് ഈ പച്ചക്കള്ളം പറയരുത്. മനസ്സിലായോ? ക്ലാരിറ്റി കുറവുണ്ട് ചെയ്യരുത്. ഇത് ചെറിയ കാര്യമല്ല, ഇത് നേരെ ഉൾട്ടയതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എനിക്ക് ബോൾ കുറവായിരുന്നു. അപ്പം ലാലേട്ടൻ എന്തായാലും ചോദിക്കുന്നു നൂറ പറയുന്നുണ്ട്. അപ്പൊ അനു പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, അത് പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പുറത്ത് ആൾക്കാർ നോക്കിക്കോളും. പിന്നല്ലാണ്ട് നമ്മളിവിടെ നെഗറ്റീവ് അടിച്ചാലും പുറത്ത് ആൾക്കാരുണ്ടെന്നേ, പിന്നല്ലാണ്ട്. അപ്പൊ അനുവിന് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്, അത് മതി. പിന്നെ മൂന്നാമത്തെ മനസ്സിലായോ? ഈ രേവതി എന്താ പറഞ്ഞത്? അനുമോള് പറഞ്ഞു ഒന്ന്, ലാലേട്ടൻ വന്ന് ചോദിക്കുമെന്ന് ആദില പറഞ്ഞപ്പോ അനുമോള് അതൊന്നും കുഴപ്പമില്ല, ലാലേട്ടൻ ചോദിക്കും നമുക്ക് എന്തിനും, നമുക്ക് പുറത്ത് ആൾക്കാർ, അതായത് പുള്ളി ഉദ്ദേശിക്കുന്നത് അറിയാമോ, കുറെ PR പൈസ കൊടുത്തിട്ട് വന്നതല്ലേ, അപ്പോ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ അവര് നമ്മളെ പൊക്കിക്കൊള്ളും, നമ്മൾ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, അവര് പൊക്കിക്കൊള്ളും. നേരെ ഉൾട്ടയാ ഈ രേവതി പറയുന്നത്. എന്നിട്ട് ശരി, ഓക്കെ, നിങ്ങൾക്ക് വ്യക്തതയില്ല. അതായത് ഇവര് പറഞ്ഞു വെക്കുന്നത് അനിമോളെ ഇവരെ പ്രോത്സാഹിപ്പിച്ചു, നീ കൊടുത്തോ
ലാലേട്ടൻ വരുമ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് ഇവിടെ പുറത്ത് PR വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കത് പിന്നീട് ഓവർടേക്ക് ചെയ്യാം, അല്ല ഓവർകം ചെയ്യാമെന്നാണ് അനു പറഞ്ഞതായിട്ടാണ് ഈ പറയുന്ന സോ കോൾഡ് ഈ പറയുന്ന ബിഗ് ബോസ് റിവ്യൂവർ പറഞ്ഞത്. മനസ്സിലായോ? നിഷ്പക്ഷ റിവ്യൂവർ, വേറെ ആരും നിഷ്പക്ഷമായിട്ട് റിവ്യൂ ചെയ്യുന്നില്ല, രേവതി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി യഥാർത്ഥത്തിൽ നടന്ന ഞാൻ ഇവിടെ കൊടുക്കാം, അത് നിങ്ങൾ കണ്ടു. യഥാർത്ഥത്തിൽ സത്യം എന്തെന്ന് പ്രേക്ഷകർ അറിയണല്ലോ, കൊടുക്കാം. നീ കൊണ്ട് ഞാൻ താഴ്ത്തുന്നിടത്ത് മാറി ഞാൻ പറഞ്ഞേ നീ ഇപ്പൊ ബോൾ കൊണ്ട് അവിടെ കിട്ടും വിചാരിച്ചു. ഞാൻ അത് കണ്ടിട്ട് നീ പറഞ്ഞ ശരി, ഞാൻ ഓർത്തില്ല. ഞാനത് കണ്ടില്ലായിരുന്നെങ്കിൽ അഥവാ ഞാൻ ഇത് ഇടുമായിരുന്നു, അത് അവർക്ക് കൂടുതൽ വരികയും ചെയ്യുമായിരുന്നു. അടുത്ത എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും എന്തിനങ്ങനെ ചെയ്തേന്ന്, ഒറ്റയ്ക്കല്ലേ കളിക്കേണ്ടതെന്ന്. അപ്പൊ എല്ലാരും അറിയും, നമ്മൾ മാത്രമല്ല മുഴുക്കെ അറിയും. അങ്ങനെ അറിയിക്കണോ? അത് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ വന്ന് തമാശക്കാ പറഞ്ഞ ദാനം, അത് എന്ത് ദാനം എന്നുള്ളത് മറ്റവർക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇല്ല, അവിടെ പ്രശ്നം ഉണ്ടായില്ല, നീ ഫുള്ള് പറഞ്ഞേനെ മണ്ടി. ഇവിടെയുള്ള ആൾക്കാരെ നീ എന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെ സംസാരിക്കുന്നത് പ്രശ്നം എന്തെങ്കിലും പറയുന്നാണോ? വീക്കാണ് അങ്ങനെ പറയുന്നു വിചാരിച്ചിട്ടാണോ? ഇവിടെ എന്താണ്, ഇതാണ് സംഭവിച്ചത്. രേവതി കാണുന്നുണ്ടോ? ഇതാണ് സംഭവിച്ചത്. എന്താണ്, ഇവള് വന്ന് അവരെ വഴക്ക് പറയാം, നീ എന്തിനാ അങ്ങനെ കൊടുത്തത്, അങ്ങനെ കൊടുക്കാൻ പാടില്ല, നീ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നവളല്ലേ നീ ഇപ്പം ഞാൻ കണ്ടത് കൊണ്ട് നീ കൊടുത്തില്ല, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ നീ കൊടുക്കുമായിരുന്നു. പിന്നെ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഈ ലോകം മൊത്തം അറിയുമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കും നീ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ വന്നിരുന്നു, എന്തിനു കൊടുത്തു എന്ന് ചോദിക്കും. ഇതാണ് പറയുന്നത്. ഇതാതെ അവര് ചെയ്ത തെറ്റിനെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് അനുമോള്. അതിനെ രേവതി വന്ന് തിരിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതാണ് അനുമോൾ അത് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് പറയാൻ ഉളുപ്പുണ്ടോ? ഞാൻ ഇതിപ്പം വന്ന് പറയാൻ കാരണം ഇത് അറിഞ്ഞു വെച്ചിട്ട് ഞാൻ ആദ്യം കരുതി ചിലപ്പോ ശരിയായിരിക്കാം, അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട് ചിലപ്പം ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞായിരിക്കാം. ഇപ്പൊ ക്ലാരിറ്റി വന്നതിന് ശേഷം താൻ പറഞ്ഞൊരു വലിയ തെറ്റ് അത് തിരുത്താൻ താങ്കൾ തയ്യാറായില്ല. അപ്പൊ അങ്ങനെ തോന്നുമ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ PR വാങ്ങിച്ചിട്ടായിരിക്കും, അല്ലാതെ എന്തോന്നാണ്. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റാറുണ്ട്, പക്ഷെ അടുത്ത തവണ നമ്മൾ വന്ന് പറയണേ അന്ന് കേട്ടത്, പക്ഷെ ഇതുപോലൊരു തെറ്റ് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല, അത് വേറൊരു കേസ്. എന്റെ ബിഗ് ബോസ് റിവ്യൂവിൽ ഇതുപോലൊരു വലിയൊരു കള്ളം പറഞ്ഞ് ഞാൻ ഒരു പിന്നെ കണ്ടസ്റ്റൻസിനെയും പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് താങ്കൾ ഒരു കള്ളം പറഞ്ഞു, അത് കള്ളമാണെന്ന് മനസ്സിലായി. അത് പിറ്റേ ദിവസം നമ്മൾ അടുത്ത വീഡിയോ നമുക്കിത് പറയണ്ട്, ഞാൻ അപ്പൊ പറഞ്ഞ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. പക്ഷെ താങ്കളോട് പറഞ്ഞു, താങ്കളുടെ ഉദ്ദേശം എന്താണ്? ആ വീഡിയോ അവിടെ കിടക്കട്ടെ, ലൈവ് കാണാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടല്ലോ, അവരത് വിശ്വസിക്കട്ടെ, ഈ പറയുന്ന അനുമോൾക്ക് നെഗറ്റീവ് കയറട്ടെ. വലിയ കഷ്ടം. കാരണം ഈ ഒരു റിവ്യൂവർ എന്ന് പറയാനുള്ള ഒരു യോഗ്യതയും താങ്കൾക്ക് ഇനി ഇല്ല. മനസ്സിലായോ? ഒരു റിവ്യൂവർ നിഷ്പക്ഷതയെ പോട്ട് ഒരു റിവ്യൂവർ എന്ന് പറയാനുള്ള ഒരു യോഗ്യതയും താങ്കൾക്കില്ല. പച്ചക്കള്ളം വിളിച്ചു ഈ പറയുന്ന PR പോലും ഇതിങ്ങനെ ചെയ്യത്തില്ല. ഇതുപോലുള്ള പച്ചക്കള്ളം PR പോലും പറയത്തില്ല. മനസ്സിലായോ? ഈ പറയുന്ന അന്തം ഫാൻസ് ഉണ്ടല്ലോ, അവര് പോലും കമന്റ് ഇടാൻ മടിക്കും. പക്ഷെ താങ്കളുടെ കമന്റ് ബോക്സിന് അടിയിലുണ്ട് ഇത് താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. താങ്കൾ പറയുന്ന ഈ ക്ലിപ്പ് കൊണ്ട് എത്ര പേര് സർക്കുലേറ്റ് ചെയ്യുന്ന അറിയാമോ? താങ്കൾ ഈ പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ച ഈ ഒരു ക്ലിപ്പ് കൊണ്ട് എത്ര പേര് പിന്നീട് സർക്കുലേറ്റ് ചെയ്യും, എത്ര പേര് അതിൽ വിശ്വസിക്കും? അപ്പൊ താങ്കൾ മനഃപൂർവ്വം അവൾക്കൊരു ഡീഗ്രേഡ് ഇരിക്കട്ടെ, അപ്പൊ താങ്കൾ ഒരു നുണച്ചിയാണ്, ലോക കള്ളിയാണെന്ന് താങ്കൾ അക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? താങ്കൾ ഒരു ലോക കള്ളിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കള്ളമാണ് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമെങ്കിലും താങ്കൾ അത് അപ്പോളജി അല്ലെങ്കിൽ തിരുത്തണമായിരുന്നു. താങ്കൾ അത് അവിടെ ചെയ്തില്ല. അപ്പൊ പിന്നെ ഈ പറയുന്ന PR എന്ന് പറയുന്ന അവര് വന്ന് താങ്കളെ പിന്നീട് താങ്കളെ എപ്പോഴും താങ്കൾ വഴക്ക് പറയുന്നു, താങ്കൾ മറ്റത് പറയുന്നു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്തു? താങ്കൾ ഇങ്ങനെയല്ലേക്ക് ചെയ്യുന്നത്. എന്നെ എത്രയോ അനീഷിന്റെ ഫാൻസുകാർ വന്ന് എന്തെല്ലാമേ പറയുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവിടെ കിടക്കും. എന്നെ തെറി വിളിച്ച അതിന്റെ അപ്പുറം ഞാൻ വിളിക്കും, അത് വേറെ വിഷയം. ഇത് PR ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അന്തം കുറെ എല്ലാ സീസണിലും ഉണ്ടാവും. അതിപ്പോ നാളെ ഞാനിപ്പോ ഈ പറയുന്ന അനിമോൾ ഒന്ന് കുറ്റം പറഞ്ഞു, ഈ അനിമോൾ ഫാൻസ് എന്നെ തന്നെ വന്ന് പറയും, അതിന് വേറെ വിഷയമൊന്നുമില്ല, അതിനൊരു വേറെ വിഷയമൊന്നുമില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ടതാര്, എനിക്കിഷ്ടപ്പെട്ടവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ മോശമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കള്ളം പ്രചരിപ്പിക്കരുത്, നുണ പറയരുത്, നുണച്ചിയാവരുത്. ഇനി റിവ്യൂവർ, നിഷ്പക്ഷ റിവ്യൂവർ പോയിട്ട് താങ്കൾ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാനേ യോഗ്യ അല്ല. കാരണം തെറ്റുകൾ ആർക്കും പറ്റാം, പക്ഷെ തെറ്റാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു കള്ളമാണ്, നേരെ ഉൾട്ടയാണ് ഞാൻ പറഞ്ഞത്.
ഒരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കള്ളം അറിയാതെ പറഞ്ഞു പോയി എന്ന് അറിഞ്ഞിട്ട് പോലും അത് തിരുത്താൻ താങ്കൾ തയ്യാറല്ല എങ്കിൽ താങ്കൾക്ക് ഈ പറയുന്ന ബിഗ് ബോസ് എന്നല്ല ഒരു റിവ്യൂ ചെയ്യാനുള്ള യോഗ്യത താങ്കൾക്കില്ല. താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് പറയുന്നത് സത്യമാണെന്ന് ന്യായമാണെന്ന് തെളിയിക്കുമ്പോൾ താങ്കളുടെ വ്യൂ പോയിന്റ് പറഞ്ഞാൽ ന്യായീകരിക്കാം. അത് മറ്റുള്ളവർക്ക് തെറ്റായിരിക്കും, താങ്കൾക്ക് ന്യായീകരിക്കും. പക്ഷെ കള്ളം പറയരുത്. ഇപ്പൊ അനീഷ് ഇന്നൊരു കാര്യം ചെയ്തു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് വിഷയം. കഷ്ടം 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 കഷ്ടം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.